തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായിട്ടുള്ളൊരു റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഈ റിസൾട്ട് സംബന്ധിച്ച കാര്യങ്ങൾ വളരെ ആഴത്തിൽ തന്നെ ഓരോ ബൂത്ത് അടിസ്ഥാനത്തിൽ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിലും BJP ലീഡ് ചെയ്തു എന്ന് പറയുന്നത് അത് തികച്ചും അപ്രതീക്ഷിതമായിട്ടുണ്ടായിട്ടുള്ള ഒരു റിസൾട്ടാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിലും പാർട്ടി എന്ന നിലയിലും അത് വിശദമായി തന്നെ പരിശോധിച്ചാലാണ് ഏതൊക്കെ മേഖലയിലാണ് അത്തരം കുറവുകൾ സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇവിടെ കഴിഞ്ഞ 2019 നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതിനേക്കാളും ഇപ്പോൾ ഇതുവരെ എണ്ണിയ കണക്ക് പ്രകാരം തന്നെ ഏകദേശം 14,000 വോട്ടുകളുടെ വർധനവ് ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേഡർ വോട്ടുകളിൽ കുറവ് സംഭവിക്കലുണ്ടായത് 2019 അപേക്ഷിച്ച് വോട്ടിൽ വർധനവുണ്ടായിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ തവണ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച UDFൻ്റെ സ്ഥാനാർത്ഥിക്ക് 1,00,000-ലധികം വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതും 3-ാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളതും വളരെ ഗൗരവത്തോടു കൂടി പരിശോധിക്കേണ്ടതാണ്. അത് എനിക്ക് തോന്നുന്നു ഇക്കാര്യത്തിൽ ഞാനൊരു വിവാദത്തിനോ അല്ലെങ്കിൽ അത്തരമൊരു പ്രസ്താവന നടത്താനോ ഈ സന്ദർഭത്തിൽ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം മതേതരത്വത്തിന് വേണ്ടി വർഗീയതയ്ക്കെതിരായിട്ടുള്ളൊരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള പരാജയത്തിൻ്റെ പേരിൽ നിരാശപ്പെടാനല്ല, വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടവുമായി മുന്നോട്ട് പോകാമെന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ കേരളത്തിലെമ്പാടും 20 സീറ്റുകളിൽ ഉണ്ടായിട്ടുള്ള ഒരു ട്രെൻഡ്, UDFന് അനുകൂലമായിട്ടുള്ള, കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ട്രെൻഡ് എന്തുകൊണ്ട് തൃശ്ശൂരിലുണ്ടായില്ല? അപ്പോൾ അതിനുത്തരം പറയേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമല്ല, അതിനുത്തരം പറയേണ്ടത് UDFും കൂടിയാണ്. അപ്പോൾ ഇക്കാര്യത്തിലൊരു ആത്മപരിശോധന LDF മാത്രം നടത്തണമെന്ന് പറയുന്നതിൽ ശരിയുണ്ടാവില്ല. അത് യഥാർത്ഥത്തിൽ നടത്തേണ്ടത് ഇവിടുത്തെ സിറ്റിംഗ് MP അല്ലെങ്കിൽ സിറ്റിംഗ് MP ഉള്ള ഒരു മുന്നണി തന്നെ അതിൽ കാര്യഗൗരവത്തോടു കൂടി തുറന്ന് അതിനെപ്പറ്റി പറയണം. അതിലിപ്പോൾ പല അഭിപ്രായങ്ങളും ഇപ്പോൾ ഈ ടെലിവിഷൻ ചാനലിലൂടെ നേരത്തെ പല അഭിപ്രായങ്ങളും പറയുണ്ടായി. പല രീതിയിലുള്ള ആരോപണങ്ങളും UDFൻ്റെ ഭാഗത്തുണ്ടായി. ആ ആരോപണങ്ങൾ ആർക്കെതിരെയാണ് യഥാർത്ഥത്തിൽ ഉന്നയിക്കേണ്ടതെന്നുള്ളത് അവർ തന്നെ പറയേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് സംബന്ധിച്ച് വിശദമായിട്ടുള്ളൊരു ചർച്ചയും അതിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി കാണേണ്ട കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം കൂടുതൽ പ്രതികരിക്കുന്നതാവും ഉചിതം എന്നുള്ളതുകൊണ്ട് ഞാനത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതായാലും എൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് എനിക്ക് വലിയ മതിപ്പുണ്ട്. അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ഐക്യത്തോടു കൂടി വളരെ നല്ല നിലയിൽ ആത്മാർത്ഥമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ആ പ്രവർത്തനം നടത്തിയിട്ടുള്ള എന്നെ പിന്തുണച്ച എല്ലാ പാർട്ടി പ്രവർത്തകർക്കും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്കും, മറ്റെല്ലാ ബഹുജനങ്ങൾക്കും ഈ പരാജയം ഏറ്റുവാങ്ങുന്ന സന്ദർഭത്തിൽ പോലും ഞാൻ അവരോട് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പരാജയം ഒരിക്കലും ഒരു അന്തിമമായ പരാജയമായിട്ടൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് കണക്കാക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ ഒരു BJP രാഷ്ട്രീയത്തിന് ഇവിടെ മേൽക്കൈ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മളെല്ലാം പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അതിനെ സംബന്ധിച്ച് വിശദമായ പരിശോധന രാഷ്ട്രീയമായി തന്നെ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. 2019 തെരഞ്ഞെടുപ്പിലും അതിനുശേഷം ഇപ്പോഴും CPIക്ക് തുടർച്ചയായിട്ട് തിരിച്ചടി നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നതാണ്. CPI അല്ലല്ലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ലേ. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ ആ കണക്കാണല്ലോ ഞാൻ പറഞ്ഞത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 2019 പരാജയപ്പെടുമ്പോൾ ഇടതുപക്ഷ മുന്നണിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ഞങ്ങൾ വാങ്ങുകയും അന്ന് 1,00,000-ഓളം വോട്ടിന് വിജയിക്കുകയും ചെയ്ത മുന്നണിക്ക് 3-ാം സ്ഥാനത്ത് വരേണ്ടി വരികയും ചെയ്ത വിഷയം ഇവിടെ ചർച്ച ചെയ്യണ്ടേ? അപ്പോൾ അവരും കൂടെ പരിശോധിക്കും. ഞാനതാണ് പറയുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രം പരിശോധിച്ചാൽ പരിഹാരം കാണാൻ കഴിയുന്നൊരു കാര്യമല്ല ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവം. അതുകൊണ്ട് ഞാനതിൽ ആരോപണമായിട്ട് ഉന്നയിക്കുന്നില്ല. ചില അഭിപ്രായ പ്രകടനങ്ങൾ മുമ്പൊക്കെ നടന്നിട്ടുള്ളതുകൊണ്ട് അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വിശദമായ ഒരു പ്രതികരണം ഇതിന് ശേഷം ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വിശദമായിട്ട് പ്രതികരിക്കേണ്ടതായിരിക്കും ഉചിതം എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ താമര വിരിയില്ലെന്ന് LDF UDF നേതാക്കൾ മാറി മാറി അവകാശപ്പെട്ടിരുന്നു. അതിന് വിപരീതമായ ഫലമാണ് ഉണ്ടായത്. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് ഈ കാര്യത്തെപ്പറ്റി വിശദമായി പരിശോധിക്കണമെന്നും അതിനെ സംബന്ധിച്ച് വ്യക്തമായ ചില നിലപാടുകളിലേക്ക് നമ്മളെല്ലാവരും എത്തേണ്ടി വരും. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ NDAക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് കരുതുന്നത്? അല്ല, ഞാനതിനെപ്പറ്റി ഇപ്പോൾ വിശദമായിട്ട് പറയാൻ പറ്റും. നമ്മളിപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളതിനെപ്പറ്റി അതുകൊണ്ടാണ് ഞാനതിനെപ്പറ്റി ഇപ്പോൾ റിസൾട്ട് പൂർണ്ണമായിട്ട് എനിക്കിപ്പോഴും കിട്ടിയിട്ടില്ല. ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന 2-3
ബൂത്തുകളിൽ എണ്ണം അവിടെ പെൻഡിങ് ഉണ്ടെന്ന ആളാണ്. അപ്പോൾ അത് കഴിയാതെ പിന്നെ ഞാനിവിടെ വിശദീകരണം നടത്തുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഓരോ ബൂത്ത് അടിസ്ഥാനത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം പ്രതികരിക്കുന്നതായിരിക്കും നല്ലത്. ഏതായാലും എനിക്ക് വേണ്ടി പ്രവർത്തിച്ച എൻ്റെ എല്ലാ പ്രവർത്തകരോടും ഞാൻ അവരോട് അഭിവാദ്യം രേഖപ്പെടുത്തുകയാണ്. സഖാക്കളെ മുന്നോട്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മുന്നോട്ട് തന്നെ പോകും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. സർക്കാരിൻ്റെ കൂടി വിലയിരുത്തലാവുകയാണോ ഈ തെരഞ്ഞെടുപ്പ്? തീർച്ചയായിട്ടും നമുക്ക് പരിശോധിക്കേണ്ട നിരവധി വസ്തുതകളുണ്ട്. എങ്ങനെയാണ് ഓരോന്നിനെയും സംബന്ധിച്ചിടത്തോളം ഉള്ള സംഭവങ്ങൾ ഉണ്ടായത് എന്നുള്ളത് നമുക്ക് പരിശോധിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ 2019 2024 തമ്മിൽ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെട്ടതിനെക്കുറിച്ച് ഒരു സുഹൃത്ത് ചോദ്യം ഉന്നയിച്ചു. എപ്പോഴാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൃശ്ശൂരിൽ പരാജയപ്പെട്ടത്? 19 സീറ്റിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായിട്ടുള്ള ജനവിധി ഉണ്ടായ ഘട്ടത്തിലാണ് തൃശ്ശൂരിലും പരാജയപ്പെട്ടത്. 1984 89 91 നേരത്തെ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും ഞങ്ങൾ തന്നെയാണ് ഈ ലോകസഭാ മണ്ഡലത്തിൽ മത്സരിച്ചത്. 96 അതിശക്തമായി തിരിച്ചു വന്നു. 2019 ലോകസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടും പിന്നീട് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശക്തിയായി തിരിച്ചു വരാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചു. അതിലൊരു പ്രശ്നമുള്ളത്, എപ്പോഴും നിയമസഭയിൽ വോട്ട് ചെയ്യുന്നതും ലോകസഭയിൽ വോട്ട് ചെയ്യുന്നതും കേരളത്തിലെ ജനങ്ങൾ ഒരേ പാറ്റേണിലാവാറില്ല. പലപ്പോഴും മാറ്റം ഉണ്ടാകാറുണ്ട്. തെരഞ്ഞെടുപ്പിൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അവിടുത്തെ ഭരണമാറ്റവും ഒക്കെ സംബന്ധിച്ച് ചില അഭിപ്രായ പ്രകടനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഉള്ള ഘട്ടത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തിയതാണ് 2019 അനുഭവങ്ങളിൽ ബോധ്യപ്പെടുന്നത്. പക്ഷെ ഇവിടെ ചോദിച്ചതുപോലെ തൃശ്ശൂരിൽ താമര വിരിഞ്ഞതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ ഉത്തരവാദിത്വം ആർക്കാണ് എന്നുള്ളത് കേവല തർക്ക വിതർക്കങ്ങൾക്കല്ല, വർഗീയതയ്ക്കെതിരായ ശക്തമായ നിലപാട് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി എടുക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആഴത്തിൽ തന്നെ ചർച്ച ചെയ്യും. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. പക്ഷേ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2019 ലോകസഭാ തിരഞ്ഞെടുപ്പിൽ 4,15,089 വോട്ട് ലഭ്യമായ ഒരു മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെയുള്ള കണക്കനുസരിച്ച് 3,24,810 വോട്ടുകളിലേക്ക് ഒതുങ്ങിയതെങ്ങനെ? 90,000-ലധികം വോട്ടുകൾ UDF നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? ചില മണ്ഡലങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നാട്ടിക നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ LDF ലഭ്യമായത് 50,131 വോട്ടാണ്. ഇത്തവണ ഇതുവരെയുള്ള കണക്കുകൾ കൊണ്ട് 52,516 വോട്ട്, കഴിഞ്ഞ തവണത്തേക്കാൾ ചെറിയ വർധനവ് ഈ തരംഗങ്ങൾക്കിടയിലുണ്ടായി. എന്നാൽ 52,558 വോട്ട് കിട്ടിയ കോൺഗ്രസ് 37,796 വോട്ടിലേക്ക് ചുരുങ്ങി. അങ്ങനെ പറഞ്ഞാൽ 15,000 വോട്ട് കോൺഗ്രസിൻ്റെ കാണാനില്ല. BJPയുടെ ഭൂരിപക്ഷവും അതുതന്നെയാണ്. ഞാൻ ഓരോ മണ്ഡലത്തിലും എടുത്ത് പറയല്ല, അത് ഒല്ലൂരിൽ പരിശോധിച്ചാലും മണലൂരിൽ പരിശോധിച്ചാലും ഒക്കെ UDF വോട്ടുകൾ അതിഭീകരമായി നഷ്ടപ്പെടുന്ന, കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുകൾ നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കഴിഞ്ഞ തവണ വിജയിക്കുമ്പോൾ തൃശ്ശൂർ ലോകസഭാ മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലങ്ങളിലും UDF ആണ് ഒന്നാം സ്ഥാനത്തുണ്ടായത്. 7 നിയോജക മണ്ഡലത്തിലും UDF ആണ് ഒന്നാം സ്ഥാനത്തുണ്ടായത്. ഇപ്പോൾ ഫലം ഏതാണ്ട് അവസാനിക്കുമ്പോൾ 5 നിയോജക മണ്ഡലത്തിൽ ദയനീയമായി കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോകാനുണ്ടായ കാരണം എന്താണ്? ആത്മപരിശോധന നടത്തണം. ഒറ്റ സംശയം മാത്രമേ നമുക്കുള്ളൂ. ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥിയും കോൺഗ്രസിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവുമായ കെ മുരളീധരൻ അറിഞ്ഞാണോ അറിയാതെയാണോ ഈ ഡീല് നടന്നിട്ടുള്ളത് എന്ന് ആത്മപരിശോധനയ്ക്ക് ബന്ധപ്പെട്ട ആളുകൾ വിധേയമാക്കണം. ഒരു സ്ഥാനാർത്ഥിയെ മാറ്റി നിശ്ചയിക്കുമ്പോൾ ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ലാഞ്ചനയുണ്ടോ എന്ന് ഞങ്ങൾ സംശയം ഉന്നയിച്ചിരുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ ഏതാണ്ട് ഡീലിൻ്റെ ഭാഗമായി അട്ടിമറിക്കപ്പെടും എന്നാണ് അഭിപ്രായ പ്രകടനം രേഖപ്പെടുത്തിയത്. എന്നാൽ നേരത്തെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2019 ലഭ്യമായ വോട്ടിൽ നിന്ന് 1,00,000-ലേറെ വോട്ടുകൾ പിറകോട്ട് പോയ UDF ഇപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴും കേവലം പറഞ്ഞിരുന്ന അതേ തിരക്കഥ തന്നെ. സാധാരണ എനിക്ക് തോന്നുന്നു നിയമസഭയുടെ തിരഞ്ഞെടുപ്പ് ഫലം ലോകസഭയുടെ തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന അന്ന് പൊട്ടിക്കാൻ വെച്ചിരുന്ന ഒരു പ്രഖ്യാപനം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങിയതാണോ എന്നെനിക്കറിയില്ല. ബഹുമാനപ്പെട്ട തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവും ഇക്കാര്യങ്ങളിൽ തുറന്ന അഭിപ്രായ പ്രകടനം നടത്തുന്നയാളുമാണ്. അദ്ദേഹത്തിൽ നിന്നുകൂടി ഞങ്ങൾ ആ മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും ഇതൊരു ചെറിയ കാര്യമല്ല. നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വർഗീയതയ്ക്കും മതനിരപേക്ഷതയ്ക്കും എതിരായി നടക്കുന്ന സമരത്തിൽ ഏത് വിധത്തിലുള്ള തിരിച്ചടികളുണ്ടായാലും അത് ഗൗരവമായി പരിശോധിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഴത്തിൽ തന്നെ ഈ കാര്യങ്ങൾ പരിശോധിക്കും. പക്ഷേ ഇത്ര പെട്ടെന്ന് ഇത്രയേറെ വോട്ടുകൾ കാണായത് എവിടെയാണെന്നും ഏതെല്ലാം വിധത്തിൽ അട്ടിമറികൾ നടന്നിട്ടുണ്ടെന്നും ഏതെല്ലാം ബൂത്തിലാണ് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതെന്നും ഞങ്ങൾക്ക് പറയേണ്ടി വരും.
തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതിന് 3 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട തൃശ്ശൂർ MP പറഞ്ഞതായി ഞങ്ങളൊരു ചാനലിലൂടെ കേട്ടു. തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ നഷ്ടപ്പെട്ടതും ക്രോസ് വോട്ടിംഗ് നടത്തിയതുമായ ബൂത്തുകൾ ഞങ്ങൾ പിന്നെ LDFൻ്റെ സ്ഥാനാർത്ഥിക്ക് കാണിച്ചു കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആ കണക്കുമായി പിന്നെ UDF വരട്ടെ, ഞങ്ങളത് കാണാനും വിശകലനം നടത്താനും. കണക്കിപ്പോൾ യാഥാർത്ഥ്യമാണല്ലോ. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മികച്ച പ്രവർത്തനം തന്നെയാണ് ഈ മണ്ഡലത്തിനകത്ത് നടത്തിയിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർഗീയതയ്ക്കെതിരായി മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ ആ വികാരത്തെ ഒറ്റിക്കൊടുക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഇന്ത്യയുടെ ഭാഗമായി നിൽക്കുന്ന UDF ആത്മപരിശോധന നടത്തേണ്ടത്. അതവർ നടത്തുമെന്ന് വിചാരിക്കട്ടെ. ബാക്കി ഞങ്ങളുടെ പാർട്ടിയും ഈ മുന്നണിയിലകത്തെ വിവിധ പാർട്ടികളും എല്ലാം അവരവരുടെ കമ്മിറ്റികൾ കൂടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഴത്തിൽ പരിശോധിച്ചും ഈ കാര്യങ്ങൾ തീരുമാനമെടുക്കും. UDFന് അനുകൂലമായൊരു തരംഗമുണ്ട് എന്ന് UDFൻ്റെ കോൺഗ്രസിൻ്റെ നേതാക്കൾ വാദിക്കുമ്പോൾ KPCCയുടെ പഴയ പ്രസിഡൻറ്റിന് എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തട്ടകമെന്ന് വിളിക്കപ്പെടുന്ന, അദ്ദേഹത്തിൻ്റെ കുടുംബപരമായ തട്ടകമെന്ന് വിളിക്കപ്പെടുന്ന തൃശ്ശൂരിൽ 1 ലക്ഷം വോട്ട് കുറഞ്ഞു എന്ന ചോദ്യത്തിന് ചെറിയ വേർക്കലാവില്ല കോൺഗ്രസ് നടത്തുക. അതിന് നിർബന്ധമായും കേരളത്തിനോട് മറുപടി പറയേണ്ടി വരും. ബാക്കി കാര്യങ്ങൾ ആ ഘട്ടത്തിൽ പറയാം. സംസ്ഥാനത്തൊട്ടാകെ ഒരു ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചുവെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചുവെന്ന് നമുക്ക് വിലയിരുത്താം. അല്ല, അങ്ങനെ വിലയിരുത്തണം എന്ന അഭിപ്രായം ഉള്ളയാളല്ല ഞാൻ. ആ കാര്യങ്ങളൊക്കെ ഏതൊക്കെ തരത്തിൽ, എങ്ങനെയൊക്കെ, ഏതെല്ലാം തരത്തിലാണ് അതിൻ്റെ കുറവുണ്ടായത്, ലോകസഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും തമ്മിലുള്ള രാഷ്ട്രീയ പ്രയാസങ്ങൾ എന്തൊക്കെയാണ്, പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ പഠിച്ച ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയാം. പ്രാഥമികമായി ഈ വിഷയത്തിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞതാണ്. VS സുനിൽകുമാർ പറഞ്ഞതുപോലെ ഈ പോരാട്ടത്തിൽ ഞങ്ങൾ പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. ഞങ്ങൾ ആത്യന്തികമായി വർഗീയതയ്ക്കെതിരായി മതനിരപേക്ഷതയെ സംരക്ഷിക്കാനുള്ള സമരത്തിലാണ്. എന്തു വില കൊടുത്തും ആ പ്രക്ഷോഭം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ആരും നിരാശപ്പെടേണ്ട, ഒരു തരി പോലും താഴോട്ടില്ല. ഈ വിധത്തിലുള്ള കച്ചവടങ്ങളുടെ മുമ്പിൽ പരാജയപ്പെടുകയല്ല, കൂടുതൽ വർദ്ധിത വീര്യത്തോടെ മുന്നോട്ട് പോകലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ലക്ഷ്യം.